എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ കണ്ണടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 വയസ്സുള്ള കുട്ടി പാടുന്ന പോലെ ഉണ്ട്. സർ എങ്ങനെയാണ് സർ ഇത്? ഞാൻ ആലോചിച്ച് വെക്കുന്നതൊക്കെ എങ്ങനെയാ സർ പറയുന്നത്? ആലോചിച്ച് വെക്കുന്നത് ആ സൈഡിൽ കുറിച്ച് വെക്കുന്നുണ്ടോ? കാര്യം ഇടയ്ക്ക് ഇങ്ങനെ കണ്ണു പോകുന്നുണ്ടായിരുന്നു. ഇല്ല, സത്യത്തിലേ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ചിലപ്പോ സാറിന്റെ മനസ്സിനകത്തായിരിക്കുന്നത്. അതെന്താണെന്നറിയോ, കണക്ഷൻ കറക്റ്റായിട്ട് എല്ലാവർക്കും തോന്നും. എനിക്ക് മാത്രമല്ല, ഈ ഓഡിയൻസിനും ഇപ്പൊ ഈ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ ഇതിന്റെ, അവർക്ക് എല്ലാവർക്കും തന്നെ തോന്നുക. സത്യം. എല്ലാവരും എന്ത് പറയുന്നത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ പാടി എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അല്ല, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പാട്ടിന്. ആ ഒരു പാട്ടിന്റെ രസം. പിന്നെ ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുള്ള പാട്ടാണ്. ഞാനൊക്കെ ഇതിലൊക്കെ വയലിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു 35 കൊല്ലം എത്ര കൊല്ലം മുമ്പാണ് ഈ പാട്ട്. എനിക്ക് എൻ്റെ കാതോടുകാതൊക്കെ ശേഷം അതേ അടുത്ത വർഷമൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പടമാണിത് പാട്ട്. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചിത്രയുടെയും ആരംഭകാലം. ചിത്ര വരുന്നു, പാട്ട് തുടങ്ങിയ വഴിക്ക് എന്തൊരു സുഖമായിരുന്നു എന്നറിയാം. മലയാളം പാട്ട് നമ്മുടെ അതുവരെയ്ക്കും നമ്മൾ മലയാളം പാട്ട് മലയാളികളായിട്ടുള്ള സിംഗേഴ്സ് ഇല്ല, അവരൊക്കെ ഗ്രേറ്റ് സിംഗേഴ്സ് ആണ്. പക്ഷെ എങ്കിലും മലയാളം പറയുമ്പോഴുള്ള ഒരു സുഖമുണ്ട്, അതൊന്ന് വേറെയാണ്. അത് ചിത്രയുടെ ഇതില് ആ ശബ്ദമാധുര്യത്തിൽ കേട്ട് ആസ്വദിച്ചൊരു പാട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ ഫീല് നന്നായിരുന്നു. ഐ സോ ഹാപ്പി. എന്തായാലും നന്നായിട്ട് ഇതിനുള്ള പ്രാക്ടീസോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. നല്ല നമുക്ക് ലോകത്തിന് ഇതൊരു വലിയ നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് പാടാൻ പറ്റുന്നില്ല ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ വി ഓൾ മിസ് യു. അപ്പൊ അത് പാടില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മഞ്ചേരി, എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചതിൽ സാറ് പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധ്യത കുറവാ. 25 വയസ്സ് വരെ എടുത്ത് അടിച്ചു കളഞ്ഞു. അതുവരെ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്ക് ഞാൻ കണ്ണിങ്ങനെ പൂട്ടി ഇങ്ങനെ കേൾക്കുമ്പോ ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ഒരു ചെറിയൊരു കുട്ടിയുടെ ശബ്ദം. ശരിക്കും അത് ആരാണ് നിന്ന് നമ്മൾ നോക്കി പാടുന്ന, അല്ലെങ്കിൽ പിന്നെ ഒരു കൊച്ചുകുട്ടി. എനിക്ക് 25-ലും താഴെയാ തോന്നിയത്. കൊച്ചുകുട്ടിയുടെ ശബ്ദം ലാസ്റ്റിൽ നമ്മുടെ മറ്റേ ഇതിലൊക്കെ അങ്ങനെ ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിയെ പോലെ എനിക്ക് തോന്നിയത്. എവിടെ പോയി ഷീലമ്മയുടെ ഒരു കാര്യം അത്രയ്ക്ക് താഴെ പോയിട്ട് അല്ല. പക്ഷേ സാർ അത് പാടിയത് ജാനകിയമ്മയാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി പാടിയത്. കേൾക്കാൻ എന്തു രസമായിരുന്നു പറയാം, സുഖമായിരുന്നു. ഫസ്റ്റ് പല്ലവിയിൽ എനിക്ക് തോന്നുന്നു ഒന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു ടെൻഷൻ മാറി കിട്ടാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങ് ടേക്ക് ഓഫ് ചെയ്തു. ലാസ്റ്റ് പല്ലവിയൊക്കെ സൂപ്പർ ഗംഭീരായിരുന്നു. ആ ഒരു സംഗതി വന്നല്ലോ, അമ്പലത്തിൽ ഇന്നല്ലയോ, അത് ഫസ്റ്റ് പല്ലവിയിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കഴിഞ്ഞ് അതിന് ശേഷം വന്ന അമ്പലം എല്ലാം അടിപൊളിയായിരുന്നു. ചില ഫൈൻനെസ് വരുമല്ലോ ചില ഭാഗങ്ങളൊക്കെ, അത് എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്താലും വരണമെന്നില്ല. ചില ആൾക്കാർ അവർ മെച്യൂർ വിത്ത് ഏജ് എന്ന് പറയില്ലേ, അതുപോലെ ആ വോയിസ് അങ്ങ് ഏജോട് കൂടി മെച്യൂർ ആയിരിക്കുകയാണ്. അതിനകത്ത് ആ ഒരു ഇരുത്തം വരിക എന്ന് പറയില്ലേ, അത് ആ സംഗീതം അമ്മയുടെ ഉള്ളിലുണ്ട്. അവിടെ അറിയാതെ വന്നു പോകുന്നതാണ് ആ ഇരുത്തം. പക്ഷെ അത് ദൈവദത്തമാണ്. എന്തുകൊണ്ടും നല്ല നീല സാരിയൊക്കെ ഉടുത്ത് നമ്ര ശിരസ്കയായി നല്ല ധൈര്യമായിട്ട്, ഉള്ളിൽ ഭയമുണ്ടെങ്കിലും പുറത്ത് അത് അറിയിക്കാതെ മനോഹരമായിട്ട് പാടിയ ഞങ്ങളുടെ ഫീലമ്മയ്ക്ക് അഭിവാദ്യങ്ങൾ. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി, ഇത് ഞാൻ മനസ്സിൽ ധരിച്ചത് തോന്നിയെന്ന് പറയണം. ഒരു ഉയരം, ചെറിയ ഉയരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ, കുറച്ച് കുറവാണെന്ന് പറയാം. ഒരു ജാനകിയമ്മയുടെ ലുക്കില്ലേ, ആ കറുത്ത കണ്ണടയൊക്കെ വെച്ച് അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോ എവിടെയോ ഒരു ചായ കാച്ചൽ. ഇപ്പോഴത്തെ ചായ അല്ല പറയുന്ന കേട്ടോ, മുമ്പത്തെ ആ ഒരു ടോട്ടൽ ആ ബോഡിയിലെ ആ ലാംഗ്വേജിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ എത്ര വർഷമായിട്ട് കാണുന്നത് അവരെ. അതെ, അപ്പോ എവിടെയോ, പക്ഷെ അവര് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് തോന്നുന്നു. ഇല്ലമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ടെലികാസ്റ്റ് പിന്നെ എവിടെ ഇരുന്നാ കണ്ടേ? വീട്ടിലിരുന്നാണോ എല്ലാവരും കൂടി ഇരുന്നാണോ കണ്ടേ? അല്ല, ഇവിടെ ഇരുന്നാ എല്ലാരെയും. ഓ, ഗ്രൂമിങ്ങിന് എല്ലാരും ഇരുന്നാണോ കണ്ടേ? എന്തൊക്കെ കണ്ടിട്ട് ആരൊക്കെ പിന്നെ വീട്ടിലുള്ളവർ എന്താ പറഞ്ഞേ? വിളിച്ചോ? എന്തൊക്കെ പറഞ്ഞു കേക്കട്ടെ? ഫ്ലെക്സ് ഒക്കെ വെച്ചു പറഞ്ഞു. ഞാൻ ഓൾറെഡി ആരോടോ പറഞ്ഞു ഫ്ലെക്സ് ഒക്കെ വെക്കേണ്ടി വരുമെന്ന്. പോയി മക്കളെ, എന്റെ ജീവ ഞങ്ങളുടെ പോലും ഫ്ലെക്സ് വന്നിട്ടില്ല. ഇത് ഇന്ന് മുതൽ ഫീലമ്മയോട് കൂടി ഫ്ലെക്സ് അമ്മയെന്നും കൂടെ അറിയപ്പെടുന്നതായിരിക്കും. ഫ്ലെക്സ് ഒക്കെ വന്നു. എനിക്ക് വയ്യ. എവിടെ വന്ന്? വീടിന്റെ അടുത്ത്. എനിക്ക് ഇങ്ങനെ ഒരുപാട് ഫ്ലെക്സുകൾ വരട്ടെ.
ആ ഏരിയ മുഴുവൻ, ആ നാട് മുഴുവൻ പിന്നെ ഫീലമേ ആഘോഷിക്കട്ടെ അല്ലേ? അതെ, അടിപൊളി. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മാർക്ക്? 84. ഇപ്രാവശ്യം മാർക്കിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചേക്കുക. ഓക്കെ, എലിമിനേഷനിൽ നമ്മൾ ഒന്നുകൂടെ നേർക്ക് നേരെ കാണുന്നതായിരിക്കും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.